മറക്കാനാകാത്ത മറ്റൊരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്രീനിവാസന്റെ മൃതദേഹവും കൊണ്ടുള്ള വാഹനം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. വൈറ്റില ജംഗ്ഷൻ കഴിഞ്ഞ് വാഹന വ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാർ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ വൈറ്റില എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ജി കെ, നമ്മൾ കടവന്ത്രയിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. കടവന്ത്രയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോഴും വലിയ തിരക്കുള്ള സമയമാണ്. റോഡ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് വലിയ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലൂടെ വളരെ സാവധാനമാണെങ്കിലും വിലാപയാത്ര നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിലാപയാത്ര എന്ന നിലയിലൊന്നുമല്ല ഇത് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വസതിയിൽ തൊട്ടു തന്നെ ധാരാളം വാഹനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. കൊച്ചിയിലെ പൗരാവലി അദ്ദേഹത്തെ കാത്ത് ടൗൺ ഹാളിൽ നിൽക്കുകയാണ്. അവിടേക്കാണ് അവരുടെ സ്നേഹത്തിനിടയിലേക്കാണ് ശ്രീനിവാസൻ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. ശ്രീനിവാസന് സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി രാവിലെ ഒരാൾ പറഞ്ഞത് ദൃഢമായ ജനാധിപത്യ ബോധമായിരുന്നു ശ്രീനിവാസന്റെ ആകെ ജീവിതം. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെയും സിനിമാ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളിലുമൊക്കെ ഈ ദൃഢമായ ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു. വിയോജിപ്പുകൾ തുറന്നു പറയുകയും അതിനോടുള്ള മറുപടി വളരെ സഹിഷ്ണുതയോടെ കേൾക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾക്ക് വലിയ അവസരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം വലുതാണ്. ഇങ്ങനെ എന്താണ്, കലഹിച്ചും സ്നേഹിച്ചും കെട്ടിപ്പിടിച്ചുമൊക്കെ കടന്നുപോയതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ശ്രീനിവാസനോടൊപ്പം. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പറയുന്നത് സ്നേഹവും ഒപ്പം പിണക്കവും ഇണക്കവും അതൊക്കെ അവരുടെ സൗഹൃദത്തിലും വ്യക്തി ജീവിതത്തിലും ശ്രീനിവാസനോടുള്ള അടുപ്പത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചപ്പോഴും ഇണങ്ങിയും പിണങ്ങിയും എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ ശ്രീനിവാസനോട് അടുപ്പമുള്ളവർ അദ്ദേഹത്തോട് കലഹിക്കുകയും പിന്നീട് അദ്ദേഹത്തോട് സന്ധി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സിനിമകളുടെ പേരിലും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ശ്രീനിവാസൻ ആ നിലയിൽ പല വിയോജിപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ജൈവ കൃഷിയുമൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും ഇപ്പം മരുന്ന് കഴിക്കാതെ നമുക്ക് ജീവിക്കാം, ഈ പറയുന്ന ആഹാര രീതി ക്രമീകരിച്ചാൽ മതിയും, ആധുനിക വൈദ്യശാസ്ത്രം നമ്മളെ ഒരു കാര്യവുമില്ലാതെ മരുന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, അങ്ങനെയുള്ള പല പരാമർശങ്ങളും ശ്രീനിവാസൻ നടത്തുകയും അതിനോടൊക്കെ വലിയ വിയോജിപ്പുകൾ ഉണ്ടാവുകയും ആ വിയോജിപ്പുകളോട് ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ മറുപടി പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നതിന് പകരം ഞാൻ ചക്കപ്പുഴുക്കാണ് ഡെയിലി കഴിക്കുന്നത്, ദിവസവും കഴിക്കുന്നത് എന്ന് ശ്രീനിവാസൻ പറയുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് അദ്ദേഹത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് താങ്കൾ മരുന്ന് കഴിക്കുന്നത്, ചക്കപ്പുഴുക്ക് കഴിച്ചാൽ പോരെ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായൊക്കെ വരികയാണ്. ആ സമയത്തൊക്കെ ശ്രീനിവാസൻ അതിനോടൊക്കെ വളരെ സഹിഷ്ണുതയോടെ തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ അതിനൊന്നും പേരിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റാനും കൂട്ടാക്കിയില്ല. അദ്ദേഹം ഈ ഉദയം പേരുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള പാടശേഖരത്ത് അവിടുത്തെ കർഷകരെ കൂട്ടി കൃഷി ഭൂമിയിൽ ജൈവ കൃഷി നടത്തുകയും വലിയ വിളവുണ്ടാവുകയും അത് വിപണിയിലെത്തിക്കുകയും അതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ കൺമുന്നിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു നെടുനായകത്വം വഹിച്ച് ശ്രീനിവാസൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും അതിന് ചെവി കൊടുക്കുന്നതിനും ഒന്നും ശ്രീനിവാസന് അശേഷം മടിയുണ്ടായിരുന്നില്ല. ആ നിലയിൽ വ്യക്തിജീവിതത്തിലും വലിയ ദൃഢമായ ജനാധിപത്യ ബോധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. വീട്ടിലിപ്പോൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഈ അവരുടെ പിതാവിനെ പറ്റി പറയുമ്പോഴും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ സിനിമയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള നിശ്ചിതമായ വിമർശനങ്ങൾ ഇരുവരോടും അവരുടെ പിതാവ് ശ്രീനിവാസൻ നടത്തുമായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അവർക്ക് ചില വിഷമങ്ങൾ തോന്നുമെങ്കിലും പിന്നീട് അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം ഏതു വേദിയിലും ഏത് സദസ്സിലും ആരോടും അദ്ദേഹം പറയുമായിരുന്നു. അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ശ്രീനിവാസൻ ഒട്ടും ചിന്തിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് സ്നേഹമുള്ളവർ പറയുകയും ചെയ്യുമായിരുന്നു. ആ നിലയിലൊക്കെ അദ്ദേഹത്തെ പലതരത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മൾ കണ്ടത് പുതിയ ചില സിനിമാനുഭവങ്ങൾ തന്നെയായിരുന്നു. ശ്രീനിവാസന് മുമ്പും ശേഷവും എന്ന നിലയിലേക്ക് മലയാള സിനിമ തന്നെ പലപ്പോഴും മാറി ചിന്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മലയാള സിനിമയിൽ ഈ നവതരംഗ ചിത്രങ്ങളുടെ കാലത്തിന് മുമ്പ് തന്നെ വഴിമാറി സഞ്ചരിക്കുകയും എന്നാൽ ഇതൊക്കെ നിലവിലുള്ളതിനേക്കാൾ അപ്പുറത്തായിരുന്നല്ലോ ശ്രീനിവാസന്റെ സിനിമ എന്നത് പിന്നീട് എത്രയോ കാലത്തിന് ശേഷം നിരൂപകർ അതിനെ വാഴ്ത്തി പാടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്.